ഗഫൂറെ, ഇന്ന് ജുമാക്ക് ഞാൻ സാധാരണ മലയാളത്തിലുള്ള കുത്തുബുള്ള പള്ളിയിലാണ് ഞാൻ പോകാറുള്ളത്. ഇന്ന് വൈകുന്നേരം ബേദാമ്പള്ളിയിലത്തെ ഖത്തീബിനെ കണ്ട് സംസാരിച്ചു. മഹലിലത്തെ ഖത്തീബാണല്ലോ, മൂപ്പരുമായിട്ട് ഞാൻ ഇന്നൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതായത് ഞാൻ ചോദിച്ചത്, എന്നോട് ചോദിച്ചു, ജുമാക്കൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാനവിടെ മലയാളത്തിലുള്ള പള്ളിയിൽ പോയിട്ട് ജുമാ കേൾക്കും. അല്ലാ, അത് ജുമാ ശരിയാവില്ല, അത് മലയാളത്തിലുള്ള കുത്തുബല്ല, അത് ജുമാ ശരിയാവില്ല, അത് ശരിയല്ല. അത് അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ ചെയ്യാ? നമുക്കൊന്നിനെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്താനാണല്ലോ. അപ്പൊ ഖുർആൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ആ കുത്തുബ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അത് കുത്തുബല്ല, അത് പ്രസംഗാന്ന് പറഞ്ഞു. അപ്പോ മൂലര് പറഞ്ഞ് ആ ജുമാ ശരിയാവൂല എന്ന് പറഞ്ഞപ്പോൾ അത്തറപീടേക്ക് നിന്നാണ്, വേദാമ്പള്ളിയുടെ തൊട്ട് മുമ്പിൽ ജംഗ്ഷനിൽ ഒരു അത്തറപീടയുണ്ട്, മൂപ്പര് അത്തറ വാങ്ങാൻ വേണ്ടി വന്നാണ്. അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ ഇത് കേട്ടൊരു സംഭവമാണ്, ഇന്ന് നടന്ന സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ജുമാ ശരിയാവില്ല, അതും കൂടി പറയണല്ലോ. അത് മലയാളത്തിൽ ശരിയാവില്ല, അറബി തന്നെ കുത്തുബ് ഓതണം. അറബി കുത്തുബ് ഓതിയാലാണ് ജുമാ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉള്ളവനായ ഞാൻ ചോദിച്ചു, തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കുമ്പോൾ മുജാഹിദാണ്, ജമാഅത്താണ്, തബ്ലീഗാണ് എന്നൊന്നും പറയരുത്, ഖാദിയാനാണെന്ന് പറയരുത്. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് സംശയം ചോദിക്കാം, നമ്മൾക്ക് അത് പറഞ്ഞുതരാൻ ചെയ്താരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, നിങ്ങൾ ഷാഫി ഇമാമിന്റെ ആളാണെന്ന് വെച്ചു. ഖത്തീബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഖത്തീബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആളാണോ? അതെ, ഞങ്ങൾ ഷാഫിയാക്കളാണ്. ഞാൻ പറഞ്ഞു, ഞാനും ഷാഫി തന്നെയാണ്. അപ്പോ നിങ്ങൾ ഷാഫിയാണ്, എന്നോട് പറയണേ നിങ്ങൾ ഷാഫിയാണ്, പിന്നെ എങ്ങനെ മുജാഹിദ് പള്ളിയിൽ പോവാന്ന് വെച്ച്. ഞാൻ പറഞ്ഞേ, അത് ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞിട്ട് എവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇമാം ഷാഫിയുടെ കിതാബിലുണ്ട് ഖുതുബ മലയാളത്തിൽ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെയാണ് പോയിന്റ്. അപ്പം മൂപ്പർ എന്നോട്, ഇമാം ഷാഫി പറഞ്ഞോ ഖുതുബ മലയാളത്തിലാവന്ന്? ഞാൻ പറഞ്ഞു, മലയാളത്തിൽ മാത്രം എന്നല്ല, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ. അപ്പൊ മലയാളം മാത്രമല്ല, തമിഴ്, ഇംഗ്ലീഷ്, ഉറുദു, കർണാടക, ബംഗാളി, എല്ലാ ഭാഷയും വിട്ട്. അതെവിടെ പറഞ്ഞത്? മൊയ്ലാമാർക്ക് അങ്ങനെയാണല്ലോ, അവരുടെ മുമ്പിൽ ഒന്നൊരു കാര്യം പറയുമ്പോൾ അവർ ചെറുതായി പോകുന്നൊരു തോന്നലുണ്ട്. കിബറുള്ളവർക്കാണ്. ഞാൻ പറഞ്ഞ്, ഞാനിപ്പോ അത് ഒരു സ്ഥലത്ത് പഠിച്ച് മനസ്സിലാക്കിയാന്ന് പറഞ്ഞു. നിങ്ങളന്ന് ആ ഇബാറത്ത്, കിതാബിന്റെ ഇബാറത്തൊന്ന് ഉദ്ധരിക്ക്, ആ കിതാബ് ഏതാന്ന് പറയും എന്നൊക്കെ മൂപ്പരിങ്ങനെ കടലൊക്കെ പൊട്ടുന്ന മാതിരി, ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന മാതിരി, ഇങ്ങനെ കടക് പൊട്ടുന്ന മാതിരി പൊട്ടാണ്. ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഷാഫി അല്ലേ? ഞാനും ഷാഫി. അപ്പൊ ഇമാം ഷാഫിയുടെ കിതാബ് നമ്മൾ അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ, ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കിതാബുൽ ഉമ്മ് ഞാൻ ആ മൗലവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇമാം ഷാഫിയുടെ ആധികാരിക ഗ്രന്ഥമാണ് കിതാബുൽ ഉമ്മ്. ആ കിതാബുൽ ഉമ്മിൽ 1-ാം വാല്യം 179-ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പരിനെ വിട്ടില്ല. അത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ആ ഇബാറത്തിന് ഉദ്ധരിക്കും. നിങ്ങൾ അറബിയിൽ ആ ഇബാറത്തിന്, ആ കിതാബിലുള്ള ഇബാറത്തിന് ഉദ്ധരിക്കും. ഞാൻ പറഞ്ഞു, ഞാനതിന് മൗലവി അല്ലല്ലോ, പണ്ഡിതനല്ലല്ലോ, കിതാബിന്റെ ഇബാറത്തുകൾ കാണാപ്പാടം പഠിച്ചെടുക്കാൻ. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ കിതാബിന്റെ പേര് പറഞ്ഞു, അതിന്റെ പേജ് നമ്പറും പറഞ്ഞു, അതിന്റെ വാല്യം നമ്പറും പറഞ്ഞു. 1-ാം പേജ് 1-ാം വാല്യം 179-ാമത്തെ പേജ് എന്നും പറഞ്ഞു. ഇനിയിപ്പോ ഇത്രയൊക്കെ പോരെ? അല്ല, പറ്റില്ല, നിങ്ങൾ ഇബാറത്ത് ഉദ്ധരിക്കന്നെ വേണം. ഞാൻ എന്നാ ഇബാറത്ത് ഉദ്ധരിച്ചരാ, എന്നാ കേട്ടോന്ന് പറഞ്ഞു. മൂപ്പര ശൈലി തന്നെ, ലാ ബഅസ അൻ യതകല്ലമ الرجل في الخطبة الجمعة وكل خطبة يغني بغيره بكلام الناس. ഇയാളോട് അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെ ശൈലി പറഞ്ഞേട്ടാ, ഇനി പറയും നിങ്ങൾ ആ ശൈലി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മേത്ത് കയറും. അതുകൊണ്ടാണ് നിങ്ങളെ ശൈലി തന്നെ പറഞ്ഞത്. ഇനി അതിന്റെ അർത്ഥം കൂടി ഉണ്ട് പറഞ്ഞുതരാം. ലാ ബഅസ, ഒരു വിരോധമില്ല, അൻ യതകല്ലമ الرجل في الخطبة الجمعة, ഒരു ഖത്തീബ് മെമ്പറിന്റെ മേലെ ഖുതുബയിൽ സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല. എങ്ങനത്തെ സംസാരം? അവനിക്കും മനസ്സിലാവണം, ജനങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെയുള്ള രൂപത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. ബിഗൈറുഹു ബികലാമിന്നാസ്, ജനങ്ങളെ ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ലെന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ കിതാബുൽ ഉമ്മ് 1-ാം വാല്യം 179-ാമത്തെ പേജ്. ഇനി എന്താണ് മൊയ്ലേരെ ഈ ഇമാം ഷാഫിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഷാഫിയാക്കളാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇമാം ഷാഫിനെ നിങ്ങൾ പിൻപറ്റുന്നില്ല?
മൂപ്പരി പിന്നെ മറുപടി ഇല്ല. ഗഫൂർ അടക്കം മനസ്സിലായിക്കോ. കിതാബുൽ ഉമ്മ് 1-ാം വാല്യം, ഞാൻ നേരത്തെ പറഞ്ഞ പേജ് നമ്പറും അതിൽ പറഞ്ഞ ഇബാറത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാ ബഅസ, ഒരു വിരോധമില്ല, യതകല്ലമ അർറജുലു ഫിൽ ഖുതുബത്തിൽ ജുമുഅ വകുല്ലു ജുമുഅ ഖുതുബ മാത്രല്ലാന്ന് വകുല്ല ഖുതുബത്തിൻ, എല്ലാ ഖുതുബകളും യഗ്നായുലി, ജനങ്ങൾക്ക്, അതായത് എനിക്കും അവർക്കും മനസ്സിലാവണം, ബി കലാമിന്നാസ്, ജനങ്ങളെ ഭാഷയിൽ നിർവഹിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് പറഞ്ഞു ലാ ബഅസ, ഒരു വിരോധമില്ല. അപ്പൊ ഇമാം ഷാഫിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഷാഫിയാണ് പറഞ്ഞ് വെറുതെ ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആളുകൾ, ഞങ്ങൾ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങളാണ് ഇമാം ഷാഫിനെ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പള്ളികളിൽ, ജമാഅത്തിന്റെ പള്ളികളിൽ, തബ്ലീഗ് പള്ളികളിൽ, ബംഗാളി പള്ളികളിൽ, ബാംഗ്ലൂരിൽ, തമിഴ്നാട്ടിൽ ജനങ്ങൾ ഇമാം ഷാഫിനെ അംഗീകരിച്ചുകൊണ്ട് ഖുതുബ നടത്തുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഒരു ബുക്ക് എടുക്കും, കാലാകാല ആ ബുക്ക് തന്നെ, ആ ബുക്ക് തന്നെ ഇങ്ങനെ വായിക്കും, ആ ബുക്ക് അങ്ങനെ വായിക്കും എല്ലാ വെള്ളിയാഴ്ച, അതെന്നെ മറിച്ച് റിപ്പീറ്റ്, അതന്നെ ഇതാണ് ഖുതുബ. ഇത് നബി ഓതിയ ഖുതുബല്ല. നബി ഇങ്ങനെ ഖുതുബ ഓതിയിട്ടില്ല. ഗൾഫ് നാടുകൾ നോക്ക്, അന്നത്തെ ഓരോരോ വിഷയം സാന്ദർഭികമായിട്ട് പറയുന്നതാണ്. അത് റെക്കോർഡും ചെയ്യപ്പെടുന്നുണ്ട് ഗൾഫിലൊക്കെ. അപ്പൊ നാട്ടിലോ ഒരു ബുക്ക് തന്നെ, ആ ഒരു ബുക്ക് മാത്രം. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ ഷാഫിമാന്റെ കിതാബിൽ അങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളെ ഖത്തീബാവുമ്പോൾ അപ്പൊ ഇമാം ഷാഫി ഇമാമിന്റെ കിതാബ് പഠിക്കാതാണ് വന്നതിന്റെ, ജുമാഅത്തള്ളിക്കുണ്ട്, പോയി പഠിച്ചോളി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളി. ആ ഭാഗം അവിടെ വെച്ച് നിർത്തി. അടുത്തത് എന്താണ് ഞാൻ പറഞ്ഞുതരാം.